നമ്മളുടെ ഇടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് മാനസികമായ സമ്മർദ്ദം. ഈ മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കാട്രി സെൻറ്ററുകളിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പല ടെസ്റ്റുകളും നടത്തും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്നത് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്കൊരു തൈറോയിഡിലേക്കുള്ളൊരു വിരൽ ചൂണ്ടുന്ന രീതിയിലേക്കാണ്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിന് കാരണമായിട്ടുള്ളൊരു അസുഖം എന്ന് പറയുന്നതും ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഏറ്റവും വ്യാപകമായിട്ട് ഉള്ളൊരു അസുഖമാണ് തൈറോയ്ഡ്. ഈ തൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഏറ്റവും കൂടുതലുള്ളത് തന്നെ ഈ സ്ത്രീകളിലാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അവർ കുറച്ചുകൂടെ വൾണറബിളാണ് ഒരു അസുഖത്തിന്. മാത്രമല്ല അവർ മാനസികവും ശാരീരികവുമായിട്ടൊരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ. അവർക്ക് രണ്ട് രീതിയിൽ അത് ഇമോഷണലി വല്ലാതെ വരെ സ്വാധീനിക്കും. ഒന്നാമത് അവരൊക്കെ ഒരു സൈക്കിൾസ് ആൻഡ് മൂഡ് സ്വിങ്സിലൂടെയാണ് ഒരു സ്ത്രീ എപ്പോഴും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ തൈറോയ്ഡ് ബാധിച്ചൊരു സ്ത്രീയെ അല്ലെങ്കിൽ തൈറോയ്ഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു സ്ത്രീക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് കൂടി ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരുപാട് തലങ്ങളിൽ അവർക്ക് ഒരുപാട് പീഡനങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിയോളജിക്കലി ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, അത് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അമിതമായ മുടി കൊഴിച്ചിൽ, അതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എന്നിരുന്നാൽ പോലെ ശാരീരികമായിട്ട് നോക്കുമ്പോൾ അമിതമായ മുടി കൊഴിച്ചിൽ, അതുപോലെ നമ്മുടെ മസ്കുലർ പെയിൻ, സ്പ്രെയിൻസ്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇതെല്ലാം ഈ തൈറോയ്ഡിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതിനെ നമ്മളൊരു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ഈ ആൾ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന രോഗമുള്ള ആൾക്ക് എന്തോ ഒരു മാനസികമായ ഭ്രാന്തി എന്ന രീതിയിലേക്ക് വരെ ആളുകൾ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ അതിനെ ടാക്കിൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും ചെയ്ത് അയാളെ പൊതുവെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു സ്ഥിതിവിശേഷമുള്ളൊരു അസുഖമാണത്. പക്ഷേ ഇത് അറിയാതെ പോകുന്നു പലരും. അങ്ങനൊരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി അല്ലെങ്കിൽ രോഗങ്ങളെന്ന് പേറ്റ് വിളിക്കുന്ന ആ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് ഉണ്ടാകാനുള്ള കാരണം.